നടക്കും മനുഷ്യൻ കിട്ട്. ഈ എന്തിനാണ് ചൂടാവണേ? ഞാൻ വരില്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ, ഓരോരോ തെണ്ടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്. ഞാനിപ്പോ എന്ത് ചെയ്തു നീ പറയണേ? ഓ, ഒന്നറിയാത്തൊരു നിഷ്കളങ്കൻ. എന്താ രണ്ടുപേരും കൂടി നടുറോട്ടിലൊരു വാക്ക് തർക്കം? ഒന്നുമില്ലടാ. അല്ലടാ, നീ എന്താ ഈ വഴിക്ക്? ഞാനേ മല്ലിമുളകും പൊടിപ്പിക്കാൻ വേണ്ടിട്ടേ ആ ഗംഗാധരന്റെ മില്ലില്ലേ അവിടേക്ക് പോയതാ. എന്നിട്ട് നിന്റെ കയ്യിലൊന്നും കാണില്ലല്ലോടാ. അത് ശരിയാണല്ലടാ. അല്ലടാ, നിന്റെ പൊടിപ്പിച്ച മല്ലിമുളകോടെ? അതിനാ മില്ലിലേ രാവിലെ തൊട്ട് കറണ്ടില്ലേ ചേച്ചിയെ, ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. ആ അതെല്ലേ. അല്ല, നിങ്ങൾ രണ്ടല്ലോ അവിടെ പോയിട്ടാ? അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കും അച്ഛയെ നല്ലത്. ഓ, എന്താ ചേട്ടാ പ്രശ്നം? നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അതിനെ എനിക്ക് നല്ലൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അതിനെ അവൾക്ക് കുശുമ്പ്. ഇതിനെയാണോ കഴിവെന്ന് പറയാ? ആ അതെ, ഇതിനെ തലയ്ക്ക് വെളിവില്ലാന്നാ പറയാ. ഇതെന്റെ കഴിവ് തന്നെയാ, നീ സമ്മതിച്ച് തന്നേ പറ്റൂ. പിന്നെ ഓ, രണ്ടാളൊന്നും നിർത്തൂ, ഇത് റോഡാണ്. നിങ്ങൾ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലേലും കുഴപ്പമില്ല. അല്ല പിന്നെ അല്ല അച്ഛയെ, പറയണോണ്ട് വിരോധമൊന്നുമില്ല. ആ എന്നാ പറയ്. ഞാനിങ്ങോരുടെ പുകവലി മാറ്റാൻ വേണ്ടിട്ടേ 3 മാസം മുന്നേ സജീവൻ ഡോക്ടറെ കാണിച്ചിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പുകവലി മാറാൻ യോഗ ചെയ്യുന്നതാ നല്ലതെന്ന്. ഞാനിങ്ങോരെ ഒരു യോഗ സെന്ററിൽ കൊണ്ടുപോയി ചേർത്തു. അല്ല, ഏത് യോഗ സെന്റർ ചേച്ചിയെ? അത് അന്തിക്കാടുള്ള വിനയണ്ടാടാ. ഒന്നും മിണ്ടാണ്ടിരിക്കേ, ഞാൻ പറയട്ടെ. ഓ എന്നാ പറയ്. യോഗ സെന്ററിലെ വിനയനില്ലേ, അവൻ എന്നെ കുറച്ച് നേരത്തെ വിളിച്ചിട്ടേ യോഗ സെന്ററിലേക്ക് ചെല്ലാൻ പറഞ്ഞൂടാ. എന്തിനാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങൊരു കാലത്ത് അങ്ങോട്ട് യോഗയ്ക്ക് പോയതല്ലേ, വല്ല വയ്യാണ്ടാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നൂടാ. എന്നിട്ട് അവിടെ ചെന്നപ്പോ വിനയൻ എന്നെ ഇങ്ങൊരു യോഗ ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു തന്നു. അല്ല, ചേട്ടന്റെ യോഗയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? ഇങ്ങൊരു പോഴേ കൈകൊണ്ട് മാത്രല്ല കാലുകൊണ്ട് കൂടിയിട്ട് സിഗരറ്റ് വലിക്കുന്നത് അങ്ങോട്ട് കാണിച്ചു തന്നത്. യോഗയ്ക്ക് പോയാലേ അതിനേലും ഗുണുണ്ടല്ലേ? ഗുണം ഇയാളിത് പഠിച്ചതോ പോട്ടെ, യോഗയ്ക്ക് വന്ന മറ്റുള്ളവരെ കൂടി ഇത് പഠിപ്പിച്ചൂന്നേ. അതുകൊണ്ട് യോഗ പഠിക്കാൻ വന്നവർക്ക് മാസ്റ്ററേക്കാട്ടും ബഹുമാനം എന്നോടാ. ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ ഞാനവിടെ എല്ലാവർക്കും ചങ്ക, നിനക്കും ചങ്കല്ലേ? ചങ്കൊക്കെ തന്നെയാ, എന്നാലും ചങ്കിന്റെ പുണ്യപ്രവർത്തിക്കാരനെ ഇപ്പൊ യോഗ സെന്റർ അടച്ചു പൂട്ടിയിട്ടാ വരുന്നത്. ഞാൻ പോവാ ചെയ്യേ, ഇങ്ങോരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വരുന്നുണ്ടാ? ആ ഞാൻ വരുന്നു. ഓരോ ജന്മങ്ങള്.